പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നീറ്റ് 2016 ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ്റെ പാർട്ട് 4 ആണ്. അപ്പോൾ ഇന്നത്തെ ഡിസ്കഷനിലും 5 ക്വസ്റ്റ്യൻസാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 5 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ടോപ്പിക്ക് ഏത് ഭാഗത്തു നിന്നാണോ ഉള്ളത് അവിടുത്തെ ആ സറൗണ്ടിങ് ആയിട്ടുള്ള അതിന് ചുറ്റുമുള്ള ബാക്കി കണ്ടൻറ്റും കൂടെ നിങ്ങൾ പഠിക്കുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിൽ നിന്നാണ്. എ പീസ് ഓഫ് ഐസ് falls from a height h so that it melts completely. Only 1/4 of the heat produced is absorbed by the ice and all energy of ice gets converted into heat during its fall. The value of h is ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. latent heat of ice is 3.4 into 10 raised to 5 per kilogram and g equal to 10 Newton per kilogram. ഓക്കെ, അപ്പം നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒരു ഐസ് ഒരു ഹൈറ്റിൽ നിന്ന് ഹൈറ്റിൽ നിന്ന് ഐസ് താഴേക്ക് വരികയാണ്. ഇനി താഴെ എത്തിക്കഴിയുമ്പോൾ ഉള്ള എത്തിയപ്പോൾ കിട്ടിയ എനർജിയുടെ 1/4 യൂസ് ചെയ്തിട്ട് ഐസ് മെൽറ്റ് ചെയ്തു. ഓൺലി 1/4 ഓഫ് ദി ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഈസ് അബ്സോർബ്ഡ് ബൈ ഐസ്. ഐസ് മെൽറ്റ് ചെയ്യാൻ വേണ്ടി 1/4 ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ആണ് ഉപയോഗിച്ചത്. ഐസ് മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ അതിന് എച്ച് ഹൈറ്റിലായിരുന്നപ്പോൾ ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ആ എനർജിയാണ് താഴെ എത്തുമ്പോൾ കൈനറ്റിക് എനർജിയായി താഴെ എത്തിക്കഴിയുമ്പോൾ ഹീറ്റ് എനർജി ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ആ കിട്ടിയ ഹീറ്റ് എനർജിയുടെ 1/4 യൂസ് ചെയ്തുകൊണ്ട് ഐസ് കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റ് ചെയ്ത് അല്ലേ, ഐസ് ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻറ്റു ഹീറ്റ് ഡ്യൂറിങ് ഇറ്റ്സ് ഫോൾ. ദ വാല്യൂ ഓഫ് എച്ച് അങ്ങനെയാണെങ്കിൽ എത്ര ഹൈറ്റിൽ നിന്നാണ് വന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലേറ്റന്റ് ഹീറ്റ് ഓഫ് ഐസ് തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം, ആൻസർ ചെയ്ത് നോക്കാം. നമുക്കിത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഐസ് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ഹീറ്റ് എനർജി Q is equal to മാസ് ഓഫ് ഐസ് ഇൻറ്റു ലേറ്റൻറ്റ് ഹീറ്റ് ആയിരിക്കും. ഈ ഫോർമുല നിങ്ങൾ ഓർക്കണം. Q is equal to M into L ആണ്. ഇനി അത് എച്ച് ഹൈറ്റിലായിരുന്നപ്പോൾ അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ എനർജി ഉണ്ടല്ലേ. പൊട്ടൻഷ്യൽ എനർജി ഓഫ് ഐസ് അറ്റ് ഹൈറ്റ് എച്ച് ഇസ് ഈക്വൽ ടു mgh ആയിരിക്കും അല്ലേ. ഇനി ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ഐസ് ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു വാട്ടർ അല്ലെങ്കിൽ ടു മെൽറ്റ്. ഐസ് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വന്ന ഹീറ്റിൻ്റെ അളവ്, ഹീറ്റ് അബ്സോർബ്ഡ് ബൈ ഐസ് ടു മെൽറ്റ് ചെയ്യാൻ ഇതിൻ്റെ 1/4 ആവശ്യമുള്ളൂ. 1/4 mgh ഉപയോഗിച്ചുകൊണ്ടാണ് ഐസ് മെൽറ്റ് ചെയ്തത്. എച്ച് ഹൈറ്റിൽ നിന്ന് ഐസ് mgh എനർജി ഉണ്ടായിരുന്നു. താഴെ എത്തിയപ്പോൾ അത് ഹീറ്റ് എനർജി ആയിട്ട് മാറി. ആ ഹീറ്റ് എനർജിയുടെ 1/4 നമുക്ക് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വന്നുള്ളൂ. മെൽറ്റ് ചെയ്യാൻ വേണ്ടത് m into L ആണ്. So we can write m into L is equal to 1/4 mgh. m ക്യാൻസൽ ചെയ്യും. സോ h ആണ് നമുക്ക് വേണ്ടത്. h is equal to 4L by g എന്ന് എഴുതാമല്ലേ. 4L by g ദാറ്റ് ഈസ് ഇനി വളരെ സിമ്പിളായി അല്ലേ. 4 into ലേറ്റൻറ്റ് ഹീറ്റിൻ്റെ വാല്യൂ തന്നിരുന്നു, പ്രോബ്ലത്തിലുണ്ടായിരുന്നു. L is equal to 3.4 into 10 raised to 5 എന്ന് തന്നിരുന്നു. So 4 into 3.4 into 10 raised to 5 divided by 10. ഇത് നമുക്ക് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. 136 into 10 cube meter എന്ന് കിട്ടുന്നു, which is equal to 136 kilometer. ഇത് വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ഓർത്ത് വയ്ക്കാൻ പറ്റും. ഈ ഒരൊറ്റ ഫോർമുല നമുക്ക് അറിയണം. ഐസിന് മെൽറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ഐസ് ഇൻറ്റു ലേറ്റൻറ്റ് ഹീറ്റ്. പിന്നെ ബാക്കി പ്രോബ്ലത്തിൽ തന്നിരുന്നതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ കാർ നെഗോഷിയേറ്റിംഗ് എ കർവ്ഡ് റോഡ് ഓഫ് റേഡിയസ് r. ദി റോഡ് ഈസ് ബാങ്ക്ഡ് അറ്റ് ആൻ ആംഗിൾ θ. ദി കോഎഫിഷ്യൻറ്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദി ടയേഴ്സ് ഓഫ് ദി കാർ ആൻഡ് ദി റോഡ് ഈസ് μs. മാക്സിമം സേഫ് വെലോസിറ്റി ഓൺ ദിസ് റോഡ് ഈസ്. ഇപ്പോൾ ഒരു
കേർവ്ഡ് റോഡിലൂടെ കാർ മൂവ് ചെയ്യുമ്പോൾ മാക്സിമം പോസിബിൾ ആയിട്ടുള്ള വെലോസിറ്റി എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. കാറിൻ്റെ ടയറും റോഡും തമ്മിലുള്ള കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടുണ്ട്. റോഡിൻ്റെ ആംഗിൾ ഓഫ് ബാങ്കിങ് തീറ്റ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ വാട്ട് ഈസ് ദി മാക്സിമം സേഫ് വെലോസിറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊരു ഡെറിവേഷനായിട്ട് നമ്മൾ ചെയ്ത് റിസൾട്ടിൽ എത്തിച്ചേർന്നിട്ടുള്ളതാണ് തിയറി പഠിക്കുമ്പോൾ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. റൂട്ട് ഓഫ് GR ഇൻറ്റു μs പ്ലസ് ടാൻ തീറ്റ ബൈ 1 മൈനസ് μs ടാൻ തീറ്റ. നമുക്ക് അതിൻ്റെ ആ കർവ്ഡ് റോഡിലെ കാറിൻ്റെ പൊസിഷനും ഒക്കെ ഒന്ന് വരച്ച് നോക്കാം. നമുക്കിവിടെ നോക്കാം. ഇവിടെ നമുക്ക് ഒരു കർവ്ഡ് റോഡിലെ ആ കാറിൻ്റെ പൊസിഷനാണ്. കാറിൻ്റെ വെയിറ്റ് mg താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ സർഫസിന് പെർപെൻഡിക്കുലറായിട്ട് നോർമൽ റിയാക്ഷൻ. ഇവിടെ ഒരു ആംഗിൾ ഓഫ് ഇൻക്ലിനേഷനാണ്. ഈ ആംഗിൾ തന്നെയായിരിക്കും ഇവിടെ തീറ്റ. അപ്പോൾ ഇവിടെ നമുക്ക് n കോസ് തീറ്റ എന്ന് എഴുതാം. പിന്നെ ഇവിടുന്ന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ഒരു n സൈൻ തീറ്റ കാണും. കണ്ടോ, n കോസ് തീറ്റയും n സൈൻ തീറ്റയും. ഇനി റോഡിൻ്റെ ഫ്രിക്ഷൻ ഇങ്ങനെ സർഫസിലൂടെ താഴേക്കുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്നുകൂടെ മാറ്റി വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും? ഇതാണ് കാർ, ഇതിൻ്റെ വെയിറ്റ് mg താഴോട്ടുണ്ട്. നോർമൽ റിയാക്ഷൻ്റെ ഒരു കമ്പോണൻറ്റ് കണ്ടോ, അതിന് ഓപ്പോസിറ്റായിട്ട് n കോസ് തീറ്റ ഉണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ n സൈൻ തീറ്റ. അപ്പോൾ ഇങ്ങനെയാണ് n വരുന്നത്, കണ്ടല്ലോ. ഇനി ഫ്രിക്ഷണൽ ഫോഴ്സ് സർഫസിലൂടെ ആക്ട് ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ അതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് 2 കമ്പോണൻസ് ആക്കിയാൽ ഫ്രിക്ഷൻ്റെ ഒരു കമ്പോണൻറ്റ് സെൻറ്ററിലേക്കായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഫ്രിക്ഷൻ്റെ ഒരു കമ്പോണൻറ്റ് സെൻറ്ററിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്, വിച്ച് ഇസ് ഈക്വൽ ടു F കോസ് തീറ്റ, F സൈൻ തീറ്റ ഇതാ വെർട്ടിക്കൽ ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഇത്രയാണ് വരുന്നത്. ഇതിൽ നമുക്ക് ഇത് രണ്ടും F കോസ് തീറ്റയും n സൈൻ തീറ്റയും സെൻറ്ററിലാണ്. ദാറ്റ് ഈസ് സെൻട്രിപെറ്റൽ ഫോഴ്സ് mv²/r പ്രൊവൈഡ് ചെയ്യുന്നത് F കോസ് തീറ്റ പ്ലസ് n സൈൻ തീറ്റ ആയിരിക്കും. ഇനി വെയിറ്റ് mgയെ ബാലൻസ് ചെയ്യുന്നത് n കോസ് തീറ്റ, മുകളിലേക്ക് കണ്ടോ n കോസ് തീറ്റ. കൂടാതെ mgയോടൊപ്പം തന്നെ ഒരു F സൈൻ തീറ്റ ഉണ്ടല്ലേ, അതായത് mg പ്ലസ് F സൈൻ തീറ്റയാണ്. സോ mg is equal to n കോസ് തീറ്റ മൈനസ് F സൈൻ തീറ്റ ആയിരിക്കും. ഈ ഇക്വേഷൻസിനെ സോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടെ കിട്ടിയിരിക്കുന്നത് v is equal to root of rg ഇൻറ്റു μs പ്ലസ് ടാൻ തീറ്റ ബൈ 1 മൈനസ് μs ടാൻ തീറ്റ എന്നുള്ള ഇക്വേഷൻ. ഇതിലെ ഫ്രിക്ഷൻ, റോഡിൻ്റെ ഫ്രിക്ഷൻ കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷനാണ് μs. ഫ്രിക്ഷൻ ഇല്ലാത്ത റോഡാണെങ്കിൽ μs is equal to 0 എന്ന് കൊടുക്കാം. ദെൻ v is equal to root of, ഇവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ rg ടാൻ തീറ്റ, താഴെ 0 കൊടുക്കുമ്പോൾ ഇത് 1 ആവുന്നു, റൂട്ട് ഓഫ് rg ടാൻ തീറ്റ എന്ന് കിട്ടുന്നു. അപ്പോൾ ഈ ഇക്വേഷൻ ഓർത്ത് വയ്ക്കണം. ഫ്രിക്ഷൻ ഇല്ലാത്ത റോഡിലെ മാക്സിമം പോസിബിൾ വെലോസിറ്റി റൂട്ട് ഓഫ് rg ടാൻ തീറ്റ. ഫ്രിക്ഷനിലൂടെ കൺസിഡർ ചെയ്താൽ റൂട്ട് ഓഫ് rg ഇൻറ്റു μs പ്ലസ് ടാൻ തീറ്റ ബൈ 1 മൈനസ് μs ടാൻ തീറ്റ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A uniform magnetic field is restricted within a region of radius r. The magnetic field changes with time at a rate dB by dt. Loop 1 of radius r greater than r encloses a region r, and loop 2 of radius r is outside the region of the magnetic field as shown in the figure. Then EMF generated is, അതായത് ഈ ക്വസ്റ്റ്യനിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് ഒരു സ്മോൾ ലെറ്റർ r റേഡിയസ് ഉള്ള റീജിയനിൽ മാത്രമേ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടുകയുള്ളൂ. ദെൻ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ചസ് അറ്റ് എ റേറ്റ് dB/dt. dB/dt ആയിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച്. ഇനി അവിടെ നമുക്ക് 2 ലൂപ്സ് ഉണ്ട്, 2 സർക്കുലർ ലൂപ്സ് ഉണ്ട്. ലൂപ്പ് 1ൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R ആണ്, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ സ്മോൾ r. നമുക്കുള്ള മാഗ്നറ്റിക് ഫീൽഡിനേക്കാൾ റേഡിയസ് കൂടിയ ഒരു റീജിയൻ ഉണ്ടല്ലേ ലൂപ്പ് 1ൽ. പക്ഷേ ആ ലൂപ്പ് 1 നിങ്ങൾ ഫിഗറിൽ നോക്കി അറിയാൻ പറ്റും, ആ മാഗ്നറ്റിക് ഫീൽഡുള്ള സ്ഥലമാണ് ആ ഒരു ഇൻറ്റു കാണിച്ചിരിക്കുന്നത് അല്ലേ. ആ സ്ഥലത്തിനെയും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ലൂപ്പ് 1. കൂടാതെ
കുറച്ചുകൂടെ അതിൻ്റെ സ്പേസ് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ലൂപ്പ് 1 നമ്മൾ കാണുന്നുണ്ട് ആ മാഗ്നറ്റിക് ഫീൽഡിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വലിയ സർക്കിളാണ്. ഇനി ലൂപ്പ് 2 ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്, അത് ഒരു ക്യാപിറ്റൽ R റേഡിയസ് ഉള്ള സർക്കിളാണ്, ബട്ട് ഇറ്റ് ഈസ് ഇൻ ദ ഔട്ട്സൈഡ് റീജിയൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് ഇരിക്കുന്ന റീജിയൻ്റെ പുറത്താണത്. ദെൻ EMF ജനറേറ്റഡ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ രണ്ടാമത്തെ ലൂപ്പ് ഇരിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡിന് പുറത്താണ്. അപ്പോൾ അവിടെ EMF ജനറേറ്റഡ് എന്തായാലും 0 ആയിരിക്കും. കാരണം EMF ഇസ് ഈക്വൽ ടു മൈനസ് d∅dt എന്നാണ് അല്ലേ. മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ചിൻ്റെ നെഗറ്റീവ് എടുക്കുമ്പോഴാണ് EMF കിട്ടുന്നത്. ഇത് മാഗ്നറ്റിക് ഫീൽഡിനെ പുറത്താണെങ്കിൽ EMF 0 ആയിരിക്കും. ഇനി ഫസ്റ്റ് ലൂപ്പിൻ്റെ EMF കൂടെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് ഈ ഓപ്ഷൻസിൽ ഏതാണ് മാച്ച് ചെയ്യുന്നതെന്ന് നോക്കണം. നമുക്കിവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഒരു സ്മോൾ r റേഡിയസ് ഉള്ള സർക്കുലർ റീജിയനിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. ലൂപ്പ് 1ൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R ആണ്. പക്ഷേ ഇത് ആ ഫിഗറിൽ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ, സ്മോൾ r റീജിയനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. സോ ഇതാണ്, ദിസ് ഈസ് ലൂപ്പ് 1. അപ്പോൾ ഇതിൻ്റെ നമുക്ക് മാഗ്നറ്റിക് ഫ്ലക്സ് മാഗ്നറ്റിക് ഫ്ലക്സ് ഫൈയുടെ ഫോർമുല അറിയാം, B.A ആണ്. അപ്പോൾ ഇവിടെ ഇതൊരു സർക്കുലർ സ്പേസാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഏരിയൽ വെക്ടർ എയും മാഗ്നറ്റിക് ഫീൽഡിൻ B, അത് രണ്ട് വെക്ടേഴ്സാണ്, രണ്ടും ഒരേ ഡയറക്ഷനിലായിരിക്കും. സോ B ഇൻറ്റു എ എന്ന് എടുക്കാം. B.A എന്ന് വെച്ചാൽ BA കോസ് തീറ്റയാണ്, കോസ് 0 വരുന്നു. സോ B ഇൻറ്റു എ എന്ന് എടുക്കാം. ദെൻ EMF ജനറേറ്റഡ് ആണ് ചോദിച്ചിരുന്നല്ലേ. EMF ഈസ് ഈക്വൽ ടു മൈനസ് d∅dt ആണ്. ഇപ്പോൾ ഈ ഫോർമുല പഠിച്ചിരിക്കണം. EMF ഈസ് ഈക്വൽ ടു മൈനസ് d∅dt വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് d/dt ഓഫ് BA. B മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്തും A ഏരിയയുമാണ്. അപ്പോൾ ഇവിടെ ഏരിയ A കോൺസ്റ്റൻ്റ് ആണ്, അത് പുറത്തെടുത്തു കഴിഞ്ഞാൽ മൈനസ് dB/dt, A ഇൻറ്റു മൈനസ് dB/dt. ഇനി ഏരിയ എടുക്കുമ്പോൾ നമുക്ക് ഈ വലിയ ലൂപ്പാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിലും നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് സ്മോൾ r റേഡിയസ് ഉള്ള സ്പേസിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വലിയ ലൂപ്പിൻ്റെ ഇത്രയും ഭാഗത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളൂ. സോ നമ്മൾ എടുക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? പൈ ഇൻറ്റു സ്മോൾ r സ്ക്വയർ ഇൻറ്റു dB/dt. ഇവിടെ ഒരു നെഗറ്റീവ് സൈനുമുണ്ട്. ദിസ് ഈസ് ദി EMF പ്രൊഡ്യൂസ്ഡ് ഇൻ ദി ഫസ്റ്റ് ലൂപ്പ്. For the second loop, it is outside the region of the magnetic field with radius r. അപ്പോൾ ഇവിടെ നമ്മൾ phi is equal to minus E is equal to minus d∅dt എന്ന് എടുത്തു കഴിഞ്ഞാൽ മൈനസ് d/dt ഓഫ് B ഇൻറ്റു എ എന്ന് എടുക്കാം. ബട്ട് B ഈസ് ഈക്വൽ ടു 0 അല്ലേ. മാഗ്നറ്റിക് ഫീൽഡ് ഈ ഔട്ട്സൈഡ് റീജിയനിലില്ല. അപ്പോൾ EMFൻ്റെ ഈക്വേഷനിൽ B 0 വന്നു കഴിഞ്ഞാൽ EMF ഈസ് ഈക്വൽ ടു 0 കിട്ടുന്നു. സോ ലൂപ്പ് 1ൽ കിട്ടിയ EMF എന്ന് പറയുന്നത് മൈനസ് πr സ്ക്വയർ സ്മോൾ r ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക, ഇൻറ്റു dB/dtയും ലൂപ്പ് 2ന് EMF 0യുമാണ്. ഇത് നമ്മുടെ ഓപ്ഷൻ ഡിയിലാണ് കിടക്കുന്നത്. ഓപ്ഷൻ സി കൺഫ്യൂസ്ഡ് ആവും. സിയിൽ നമുക്ക് ഇതേ ഇക്വേഷൻ പോലെയാണ്, പക്ഷേ പൈ ഇൻറ്റു ക്യാപിറ്റൽ ലെറ്റർ R സ്ക്വയർ, πr സ്ക്വയർ എന്നാണ്. πr സ്ക്വയർ ഇൻറ്റു dB/dt ആൻഡ് 0 ആണ് ഓപ്ഷൻ സി. പക്ഷെ അത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല, കാരണം നമുക്ക് ആകെ ക്യാപിറ്റൽ R റേഡിയസ് ഉള്ള മൊത്തം സ്പേസിലും മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. അപ്പം നമ്മുടെ ഓപ്ഷൻ ഡി ആണ്. ഇതാണ് നമ്മുടെ ആൻസർ. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ്. ക്വസ്റ്റ്യൻ നോക്കാം. ഔട്ട് ഓഫ് ദി ഫോളോയിങ് ഓപ്ഷൻസ് വിച്ച് വൺ ക്യാൻ ബി യൂസ്ഡ് ടു പ്രൊഡ്യൂസ് എ പ്രൊപ്പഗേറ്റിംഗ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്? ഒരു പ്രൊപ്പഗേറ്റിംഗ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി താഴെ തന്നിരിക്കുന്ന ഏത് ഓപ്ഷനാണ് എടുക്കേണ്ടതെന്നാണ്. എ ചാർജ്ലെസ് പാർട്ടിക്കിൾ, ആൻ ആക്സിലറേറ്റിംഗ് ചാർജ്, എ ചാർജ് മൂവിങ് അറ്റ് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി, എ സ്റ്റേഷനറി ചാർജ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആക്സിലറേറ്റിംഗ് ചാർജാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആക്സിലറേറ്റിംഗ് ചാർജാണ്. അപ്പം നമ്മുടെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി, ആക്സിലറേറ്റിംഗ് ചാർജ്. 50 microfarad and a resistor 40 ohm are connected in series across a source of EMF V is equal to 10 sin 340t. The power loss in AC circuit is
4 ഓപ്ഷൻസ് ഉണ്ട്. ഈ പ്രോബ്ലത്തിൽ നമുക്ക് എൽ തന്നിട്ടുണ്ട് 20 മില്ലി ഹെൻറി, 20 × 10⁻³ ഹെൻറി. കപ്പാസിറ്റൻസ് 50 മൈക്രോ ഫാരഡ്, 50 × 10⁻⁶ ഫാരഡ്. റെസിസ്റ്റൻസ് 40 ഓം എന്ന് തന്നിട്ടുണ്ട്. ഇവിടുത്തെ അപ്ലൈഡ് വോൾട്ടേജ് 10 sin 340t, അതായത് നമുക്കൊരു LCR സർക്യൂട്ടാണ് അല്ലേ, LCR സർക്യൂട്ട്. ഇതിലേക്ക് ഒരു AC വോൾട്ടേജ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ അപ്ലൈഡ് AC വോൾട്ടേജ് ആണ് V = V0 sin ωt എന്ന് നമ്മൾ പഠിക്കുമ്പോൾ കൊടുക്കുന്നത്. ആ വോൾട്ടേജാണ് നമുക്ക് തന്നിരിക്കുന്നത് 10 sin 340t. V = V0 sin ωt ആണ്. സോ V0 10 വോൾട്ട് ആയിരിക്കും, ഒമേഗ 340 എന്ന് എടുക്കാം. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ പ്രോബ്ലത്തിൽ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ചോദിച്ചിരിക്കുന്നത് പവർ ലോസ് ആണ്. ഈ LCR സർക്യൂട്ടിൻ്റെ പവർ ലോസ് P = ഫോർമുല IRMS × VRMS × cos phi എന്നാണ്. RMS വാല്യൂ ഓഫ് കറണ്ട് × RMS വാല്യൂ ഓഫ് വോൾട്ടേജ് × cos phi. cos phi പവർ ഫാക്ടറാണ്. വിച്ച് ഇസ് ഈക്വൽ ടു IRMS എന്ന് വെച്ചാൽ I0/√2 ആണ്. മാക്സിമം വാല്യൂ ഓഫ് കറണ്ട് √2. VRMS എന്ന് പറഞ്ഞാൽ V0/√2 × cos phi is R/Z. R/Z, അതായത് റെസിസ്റ്റൻസ് ബൈ ഇംപീഡൻസ്. അപ്പം നമുക്ക് ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ പവർ കണ്ടുപിടിക്കാം. ഇവിടെ വീണ്ടും നമുക്ക് I0 പ്രോബ്ലത്തിലില്ല അല്ലേ, പക്ഷേ I0 എന്ന് പറഞ്ഞാൽ മാക്സിമം വോൾട്ടേജ് ബൈ ഇംപീഡൻസ് ആണ്. V0/Z ആണ് I0. അപ്പോൾ നമുക്ക് ഇനി ചെയ്യണമെങ്കിൽ എന്തായാലും Z വേണം അല്ലേ. Z എന്ന് വെച്ചാൽ ടോട്ടൽ ഇംപീഡൻസ് ഓഫ് ദി സർക്യൂട്ടാണ് Z. ഇസഡിൻ്റെ ഫോർമുല നോക്കാം. Z is equal to √R² പ്ലസ് XL ഡിഫറൻസ് XC ദ ഹോൾ സ്ക്വയർ. അതായത് XL മൈനസ് XC എന്ന് എടുക്കണമെങ്കിൽ XL വലുതായിരിക്കണം, അല്ലെങ്കിൽ XC ആണ് ഗ്രേറ്റർ ആയിട്ട് വരുന്നതെങ്കിൽ XC മൈനസ് XL ദ ഹോൾ സ്ക്വയർ എന്ന് എടുക്കുക. ഇനി ഇതിൽ പറഞ്ഞിരിക്കുന്ന XL എന്ന് പറഞ്ഞാൽ XL ഈസ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്, അതായത് ഇൻഡക്ടർ കൊടുക്കുന്ന റെസിസ്റ്റൻസ്. ഇറ്റ് ഈസ് ഈക്വൽ ടു Lω. XC എന്ന് പറയുന്നത് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. ഇറ്റ് ഈസ് 1/Cω. ഓക്കെ, അപ്പോൾ നമുക്ക് Z കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. Z is equal to √R40 ആണ്, 40² പ്ലസ് Lω 20 × 10⁻³ × ω340 മൈനസ് 1/3 Cω ആണ്. C എന്ന് പറയുന്നത് 50 × 10⁻³ അപ്പോൾ 1/50 × 10⁻6 ആണ് ഇൻറ്റു 340. ഇതാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. ഇത് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് രണ്ടും സോൾവ് ചെയ്തിട്ട് ഇങ്ങനെ ഡിഫറൻസ് വേണമെങ്കിലും എടുക്കാം. അത് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് എടുക്കുക. അപ്പോൾ ഇവിടെ 340 എന്നൊക്കെ ഉള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ് ചെയ്ത് 350 എന്നോ അല്ലെങ്കിൽ 300 എന്നൊക്കെ എടുത്ത് ചെയ്യാം. പക്ഷേ അപ്രോക്സിമേഷനാണ്. അപ്പോൾ വാല്യൂ അതിൻ്റെ ആൻസർ കിട്ടുമ്പോൾ ഓപ്ഷനുമായിട്ട് നോക്കി ഏകദേശം അടുത്ത് വരുന്ന വാല്യൂ വേണം എടുക്കാൻ. ഇപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു ഇത് 350 എന്ന് എടുത്തു കഴിഞ്ഞാൽ 350 × 20, അപ്പോൾ 350 × 2 700, 350 × 20 ആവുമ്പോൾ 7000. 7000 × 10⁻³ എന്ന് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 7 വരും അല്ലേ, അപ്രോക്സിമേറ്റ് ചെയ്താൽ. 7 മൈനസ് ഇവിടുത്തെ വാല്യൂ അതുപോലെ ചെയ്യുക. നിങ്ങൾ ആൻസർ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 65.62 എന്ന് വരും. അത് കറക്റ്റായിട്ട് ഇട്ട് ചെയ്താലാണ്. നിങ്ങൾ അപ്രോക്സിമേറ്റ് ചെയ്തൊക്കെ ചെയ്ത് നോക്കിയാൽ ഒരു 70 ഒക്കെ വരും. അപ്രോക്സിമേഷൻ എന്ന് വെച്ചാൽ തൊട്ടടുത്ത നിയറസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്പറിലേക്ക് മാറ്റിയിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ Z നമുക്ക് ഇത്രയും ഓം എന്ന് കിട്ടിയിട്ടുണ്ട്, 65.62. ഇനി വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പവറിൻ്റെ ഫോർമുല എടുക്കുക. ദാറ്റ് ഈസ് P = നമുക്കറിയാം I0/2 × V0 × R/Z എന്നാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ. I0ക്ക് പകരം നമുക്ക് വീണ്ടും എന്ത് കൊടുക്കാം, V0/Z ആണല്ലേ. പിന്നെ ഇവിടെ ഒരു 2 ഉണ്ട്, അപ്പോൾ 2Z, പിന്നെ ഒരു V0 ഉണ്ട് ഇൻറ്റു R/Z. അപ്പോൾ ടോട്ടലായിട്ട് V0² ഉണ്ട് ഇൻറ്റു R/2Z². ഇതിങ്ങനെ സോൾവ് ചെയ്യണമെന്നില്ല, നിങ്ങൾ ഇവിടെ വെച്ച് തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. V0 നമുക്ക് കിട്ടിയത് 10 ആണ്, 10 × 10 വരും.
10 ഇൻറ്റു 10 ഇൻറ്റു 40, ആറിൻ്റെ വാല്യൂ എത്രയാണ് 40 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഇസഡിൻ്റെ വാല്യൂ 65.62 ദി ഹോൾ സ്ക്വയർ. ഇതിനെ നിങ്ങൾക്ക് 70 എന്നൊക്കെ എടുത്ത് വേണമെങ്കിൽ അല്ലെങ്കിൽ 60 എന്ന് എടുത്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ അതെല്ലാം അപ്രോക്സിമേഷൻ ആണെങ്കിൽ പെട്ടെന്ന് ക്യാൻസൽ ചെയ്ത് ഉത്തരം കിട്ടും. കിട്ടുന്ന ആൻസർ ഏകദേശം ഏത് റേഞ്ചിൽ വരുന്നു എന്ന് നോക്കി ഓപ്ഷനുമായിട്ട് നോക്കുക. നമ്മളിതിപ്പോൾ ഡയറക്റ്റായിട്ട് ഈ വാല്യൂ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 0.46 വാട്ട് പവറല്ലേ വാട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നോക്കിയിട്ട് ഓപ്ഷനിൽ ഇതിൻ്റെ അടുത്ത് വരുന്ന ഓപ്ഷൻ ഏതാണോ അത് സെലക്ട് ചെയ്യുക. അപ്പം നമ്മുടെ ഓപ്ഷനിൽ ഇതിൻ്റെ അടുത്ത് വരുന്നത് 0.51 എന്നുള്ള ആൻസർ അവിടെ ഉണ്ട്. 0.51 ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി 0.51. ബാക്കി ആൻസർ ഒന്നും ഈ റേഞ്ചിൽ വരുന്നതല്ല. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.